ഹായ് കുട്ടികളെ, ഗാൽവനിക് സെൽ എന്നുള്ള ഒരു ടോപ്പിക്കാണെന്ന് നമ്മൾ നോക്കുന്നത്. ജസ്റ്റ് നമ്മളെ ബാറ്ററി ഉണ്ടല്ലോ, വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ക്ലോക്കിലും മറ്റൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതാണ് ഗാൽവനിക് സെൽ എന്ന് പറയുന്നത്. ബാറ്ററിയാണ് ഗാൽവനിക് സെൽ. ഈ ഗാൽവനിക് സെല്ല് എങ്ങനെയാണ് ഈ ക്രിയാശീല ശ്രേണിയുമായി ബന്ധപ്പെടുത്ത ഈ ചാപ്റ്ററിൽ നമ്മൾ വന്നതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കണ്ടു, ആദേശ രാസപ്രവർത്തനം കണ്ടു അല്ലേ. ഒരു ലോഹം എന്ത് ചെയ്യുന്നു, ക്രിയാശീലത കൂടിയ ലോഹം ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്നുണ്ട്. ചെറിയ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈ ഇലക്ട്രോൺസിന്റെ ഒഴുക്കാണ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആദേശ രാസപ്രവർത്തനം നമ്മൾ കണ്ടതാണ്. ആദേശ രാസപ്രവർത്തനത്തിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സിങ്ക് കോപ്പർ സൾഫേറ്റിൽ മുക്കി വെക്കുമ്പോൾ സിങ്ക് ആറ്റം ഇലക്ട്രോൺസിനെ ആർക്ക് വിട്ടുകൊടുക്കുന്നു? കോപ്പർ അയോണിന് വിട്ടുകൊടുക്കുന്നു. ഈ കോപ്പർ അയോണിന് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നു. ഈ ഒരു ഫ്ലോ ആണ്, ഈ ഒരു ഒഴുക്കാണ് ശരിക്കും വൈദ്യുതി എന്ന് പറയുന്നത്. അപ്പൊ ഗാൽവനിക് സെൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗാൽവനിക് സെൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയാശീലതയിൽ വ്യത്യാസമുള്ള ലോഹങ്ങളുടെ ഓക്സീകരണവും നിരോക്സീകരണവും പ്രയോജനപ്പെടുത്തി വൈദ്യുതി നിർമ്മിക്കുന്ന ഒരു സംവിധാനമാണ് എന്ത്? ഗാൽവനിക് സെല്ല്. വോൾട്ടായിക് സെല്ല് എന്ന് ഇതിന്റെ മറ്റൊരു പേരാണ് ഗാൽവനിക് സെല്ല് അല്ലെങ്കിൽ വോൾട്ടായിക് സെൽ. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗാൽവനിക് സെല്ല് വരയ്ക്കാൻ പഠിക്കണം, അതിലെ പ്രധാന ഭാഗങ്ങൾ പഠിക്കണം. ഭാഗങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ പഠിക്കണം. ഓക്സീകരണം, നിരോക്സീകരണം, ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഗാൽവനിക് സെൽ എന്നുള്ള ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ഒപ്പം തന്നെ ഞാൻ പറയട്ടെ, ഈ ഗാൽവനിക് സെൽ കഴിഞ്ഞാൽ തന്നെ ഒരു ഇലക്ട്രോളിറ്റിക് സെല്ല് എന്ന് പറയുന്ന വൈദ്യുത വിശ്ലേഷണ സെല്ലുകളുണ്ട്. ഈ സെല്ലും ഗാൽവനിക് സെല്ലും നേരെ വിപരീതമാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിച്ചു വെച്ചിട്ടില്ലെങ്കിൽ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് നോക്കാം ഗാൽവനിക് സെല്ല്. ഗാൽവനിക് സെല്ല് ടെക്സ്റ്റ് ബുക്കിലെ ചിത്രം ഒന്ന് നോക്കുക. ഒപ്പം ഞാൻ വരയ്ക്കുന്നതും സിങ്ക് ഇലക്ട്രോഡ്, ഒരു സിങ്ക് ഇലക്ട്രോഡ് അതിൻ്റെ ലവണ ലായനിയിൽ, സിങ്ക് ആവുമ്പോൾ സിങ്ക് സൾഫേറ്റ്, എന്തിനാണ് ഒരു ഇലക്ട്രോഡ് അതിൻ്റെ തന്നെ ലവണ ലായനിയിൽ വെക്കുന്നതെന്ന് അവസാനം പറയാം, അപ്പോഴേ മനസ്സിലാവുള്ളൂ. സിങ്ക് സൾഫേറ്റിലും അതിൻ്റെ തന്നെ ലവണ ലായനി, നിങ്ങൾക്കറിയാലോ, കോപ്പർ ആണെങ്കിൽ കോപ്പർ സൾഫേറ്റ്, സിൽവർ ആണെങ്കിൽ സിൽവർ നൈട്രേറ്റ്, ഓരോന്നിൻ്റെയും ലവണ ലായനി എന്ന് പറഞ്ഞാൽ അത് ആ ലോഹത്തിന്റെ അയോൺ ഉണ്ടായിരിക്കണം. കോപ്പറിന്റെ ലവണ ലായനി കോപ്പർ സൾഫേറ്റ്. ഇവിടെ കോപ്പറിന്റെ അയോൺ ഉണ്ടല്ലോ, സിങ്കിന്റെ അയോൺ ഉണ്ടല്ലോ. അപ്പോൾ രണ്ട് ബീക്കറുകളിലായിട്ട് ഓരോ ഇലക്ട്രോഡും അതിന്റെ ലവണ ലായനിയും എടുത്തിട്ടുണ്ട്. ഇവ ഒരു വോൾട്ട് മീറ്റർ ഉപയോഗിച്ച് ബന്ധിപ്പിക്കുക. വോൾട്ട് മീറ്റർ അല്ലെങ്കിൽ ബൾബ് ഉപയോഗിച്ചാലും മതി. വോൾട്ട് മീറ്ററിന്റെ നെഗറ്റീവ് പോസിറ്റീവ് രണ്ട് അഗ്രങ്ങളുണ്ട്. വോൾട്ട് മീറ്ററിന് ഒരു പോസിറ്റീവ് അഗ്രവും ഒരു നെഗറ്റീവ് അഗ്രവും ഉണ്ട്. നെഗറ്റീവ് അഗ്ര ഒരു ചുവന്ന നീഡിലും ഒരു കറുത്ത നീഡിലും ഉണ്ട്. കറുത്ത നീഡിലാണ് നെഗറ്റീവ്, ചുവന്ന വയറാണ് എന്ത്? പോസിറ്റീവിനെ സൂചിപ്പിക്കുന്നത്. അപ്പം നെഗറ്റീവ് ധ്രുവം എവിടെ ബന്ധിപ്പിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ക്രിയാശീലത കൂടിയ ലോഹവുമായി ബന്ധിപ്പിക്കുക. പോസിറ്റീവ് ധ്രുവം ക്രിയാശീലത കുറഞ്ഞ ലോഹവുമായി ബന്ധിപ്പിക്കുക. ഇത് ഓർത്തു വെക്കണേ. ക്രിയാശീലത കൂടുതലുള്ളതിലാണ് ഇലക്ട്രോണുകൾ വിട്ടുകൊടുക്കുന്നത്. ക്രിയാശീലത കുറവുള്ള ലോഹത്തിന്റെ അയോണാണ് ഇലക്ട്രോണുകൾ സ്വീകരിക്കുന്നു. അതുപോലെ ഇവിടെ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നു. അപ്പൊ ഇവിടെ എവിടെയായിന്ന് വോൾട്ട് മീറ്ററിന്റെ നെഗറ്റീവും പോസിറ്റീവും? സിങ്കിനാണോ കോപ്പറിനാണോ ക്രിയാശീലത കൂടുതൽ? സിങ്കിനാണ്. അപ്പൊ ഈ ഭാഗം നെഗറ്റീവ് ധ്രുവവും ഈ ഭാഗം പോസിറ്റീവ് ധ്രുവവും ബന്ധിപ്പിച്ചു. അതിനുശേഷം ഈ രണ്ട് സർക്യൂട്ടുകളെയും ഈ രണ്ട് ബീക്കറുകളെയും തമ്മിൽ ബന്ധിപ്പിക്കാൻ ഒരു സാൾട്ട് ബ്രിഡ്ജ് മുക്കി വെക്കുന്നു. സാൾട്ട് ബ്രിഡ്ജ് മുക്കി വെച്ചിട്ടില്ല എങ്കിൽ ഇവിടെ പ്രവർത്തനങ്ങൾ തുടർച്ചയായി ലഭിക്കില്ല. അതുകൊണ്ട് സാൾട്ട് ബ്രിഡ്ജ് മുക്കി വെക്കുന്നത്. സോൾട്ട് ബ്രിഡ്ജ് അല്ലെങ്കിൽ സാൾട്ട് ബ്രിഡ്ജ് ലവണ ലായനിയിൽ മുക്കിയ ഒരു ഫിൽറ്റർ പേപ്പറാണ് സാൾട്ട് ബ്രിഡ്ജ്. ലവണ ലായനി എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം ക്ലോറൈഡിൽ മുക്കിയ ഫിൽറ്റർ പേപ്പറാണ് നമ്മൾ ഇതിക്ക് വേണ്ടി മുക്കി വെക്കുന്നത്. ഇത്രയും അറേഞ്ച്മെന്റ് ആണ് നമ്മുടെ ഗാൽവനിക് സെല്ലിലുള്ളത്. ഇനി ഇവിടെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ നടക്കുന്നു നോക്കാം. ക്രിയാശീലത കൂടുതലുള്ള സിങ്കിനെ നമുക്ക് ആനോഡ് എന്ന് വിളിക്കാം.
ക്രിയാശീലത കുറവുള്ള കോപ്പറിനെ നമുക്ക് കാഥോഡ് എന്ന് വിളിക്കാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയാണ് നിങ്ങൾ ഗാൽവനിക് സെല്ലിൽ ആനോഡിനെയും കാഥോഡിനെയും തിരിച്ചറിയാം? ക്രിയാശീലത കൂടുതലുള്ള ഇലക്ട്രോഡാണ് ആനോഡ്, ക്രിയാശീലത കുറവുള്ളതാണ് കാഥോഡ്. ഇനി ഇവിടെ ഓരോന്നിലും നടക്കുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് പരിചയപ്പെടാം. നോക്കാം. നടക്കുന്ന പ്രവർത്തനങ്ങൾ പറയാൻ പോവുകയാണ്. ആനോഡിൽ നടക്കുന്ന പ്രവർത്തനമാണ് ഞാൻ പറയാൻ പോകുന്നത്. ആനോഡ്, ആന ഓടുന്നു എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. ആനോഡിൽ ഓക്സീകരണം വിട്ടുകൊടുക്കുന്നത് ആനോഡാണ്. അപ്പോൾ ആനോഡ് സിങ്കാണ്. സിങ്കിൽ നടക്കുന്നത് എന്താണ്? സിങ്കിന് ക്രിയാശീലത കൂടുതലാണ്. അപ്പോൾ സിങ്ക് എന്ത് ചെയ്യുന്നു? 2 ഇലക്ട്രോണെ നഷ്ടപ്പെടുത്തി Zn2++2 ഇലക്ട്രോണായി മാറും. സിങ്ക് 2 ഇലക്ട്രോണെ വിട്ടുകൊടുത്തു. ആ സ്ഥാനത്ത് ഇവിടെ കാഥോഡിൽ നടക്കുന്ന പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിലെ Cu2+ അയോണുകളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. കോപ്പർ 2+ അയോണുകൾ ഈ സിങ്ക് വിട്ടുകൊടുത്ത 2 ഇലക്ട്രോൺ ഉണ്ടല്ലോ, അത് ഇതിൽ കൂടി പാസ് ചെയ്യും. ഇതാണ് അതിൻ്റെ ഒരു ഫ്ലോ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണിക്കുന്നുണ്ട്. ഇലക്ട്രോൺ പ്രവഹിക്കുന്ന ചിത്രം നമുക്ക് കാണാം. അത് സിങ്ക് വിട്ടുകൊടുത്ത ഇലക്ട്രോണിൻ്റെ പ്രവാഹമാണ്. സിങ്ക് ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തു. അപ്പോൾ സിങ്ക് എന്ത് ചെയ്തു? ഈ 2 ഇലക്ട്രോണിനെ കോപ്പർ സൾഫേറ്റിലെ കോപ്പർ 2+ അയോണിന് വിട്ടുകൊടുക്കുക. ആ ഇലക്ട്രോൺ പ്രവാഹമാണ് നമുക്കിവിടെ ബൾബ് വെച്ച് കഴിഞ്ഞാൽ ബൾബ് കത്തുന്നത്, അല്ലെങ്കിൽ വോൾട്ട് മീറ്ററിലെ സൂചി ഇളകുന്നത് ആ ഇലക്ട്രോണുകൾ ഒഴുകുമ്പോഴാണ്. അതാണ് നമ്മൾ വൈദ്യുതി എന്ന് പറയുന്നത്. അപ്പോൾ നോക്കൂ, നേരത്തെ ഞാൻ പറഞ്ഞു എന്തുകൊണ്ട് ഒരു ലായനിക്ക് ഒരു ഇലക്ട്രോഡിന് അതേ ലവണ ലായനി വെക്കുന്നതെന്ന് പറഞ്ഞു. കാരണം ഇവിടെ സിങ്കും ഇത് കോപ്പർ സൾഫേറ്റും ആണെങ്കിൽ ഈ സിങ്ക് ആദേശരാസപ്രവർത്തനത്തിന് വിധേയമായി 2 ഇലക്ട്രോണുകളെ കോപ്പർ സൾഫേറ്റിന് വിട്ടുകൊടുക്കും. അപ്പം ഇത് കൂടി ഒഴുകിപ്പോകില്ല. ആ സ്ഥാനത്ത് സിങ്ക് ZnSO4 തന്നെ മുക്കി വെച്ചാൽ ഇവിടെ പിന്നെ ആദേശരാസപ്രവർത്തനം നടക്കൂല. ഈ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുന്നത് തന്നെ ഈ വയറിലൂടെ പോയി ഇവിടെ എത്തും. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആനോഡിൽ നടക്കുന്ന എന്താണ്? 2 ഇലക്ട്രോണിനെ സിങ്ക് വിട്ടുകൊടുത്തു. കാഥോഡിൽ എന്ത് സംഭവിച്ചു? ഈ ഒഴുകിപ്പോയ 2 ഇലക്ട്രോൺ Cu2+ അയോണുകൾ സ്വീകരിച്ച് കോപ്പർ ആറ്റമായി മാറി. ആ കോപ്പർ ആറ്റങ്ങൾ കാഥോഡിൽ നമുക്ക് കാണാൻ പറ്റും. പുതിയ കോപ്പർ ആറ്റങ്ങൾ വന്ന് ചേർന്ന് നിൽക്കുന്നത്. ഇതാണ് ഇവിടുത്തെ പ്രവർത്തനം. ഈ പ്രവർത്തനത്തിൽ സാൾട്ട് ബ്രിഡ്ജാണ് തുടർച്ചയായ വൈദ്യുത പ്രവാഹം സാധ്യമാക്കി തരുന്നത്. ആനോഡിൽ നടക്കുന്നത് ഇലക്ട്രോൺ വിട്ടുകൊടുക്കലാണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഓക്സീകരണം. കാഥോഡിൽ നടക്കുന്നത് സ്വീകരിക്കലാണ്, നിരോക്സീകരണം. എന്നാൽ ഈ ഗാൽവാനിക് സെല്ലിൽ ഓക്സീകരണവും നിരോക്സീകരണവും നടന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ അതാണ് പറഞ്ഞത്, ആന ഓടുന്നു, മാറാൻ സാധ്യതയില്ലാത്ത ആനോഡിൽ ഓക്സീകരണം. ഈ 2 പ്രവർത്തനങ്ങളും ഒരുമിച്ച് നടക്കുന്നുണ്ട്. സിങ്ക് ആദ്യം ആറ്റമായിരുന്നു, Cu2+ അയോണുകളായിരുന്നു. ഇവർ രണ്ടുകളും കൂടി ചേർന്ന് എന്തായി? സിങ്ക് എന്നത് അയോണുമായി, കോപ്പർ എന്നത് ആറ്റവുമായി. ഇതാണ് റിഡോക്സ് പ്രവർത്തനം എന്ന് നമ്മൾ പഠിച്ചത്. റിഡോക്സ് പ്രവർത്തനം ഇത്രയാണ് നമ്മുടെ ഗാൽവനിക് സെല്ലിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നോക്കൂ, അറേഞ്ച്മെന്റ് പഠിക്കണം, പ്രധാന ഭാഗങ്ങൾ പഠിക്കണം. എവിടെ നിന്ന് എങ്ങോട്ടാണ് ഇലക്ട്രോൺ പ്രവാഹം ഉണ്ടാവുന്നത്? ക്രിയാശീലത കൂടിയ ലോഹത്തിൽ നിന്ന് ക്രിയാശീലത കുറവിലേക്ക് പോകും. അപ്പോൾ ക്രിയാശീല ശ്രേണി പഠിച്ചു വെച്ചാൽ വളരെ സിമ്പിളായി പറഞ്ഞു കൊടുത്തൂടെ? ക്രിയാശീലത കൂടുതലുള്ള ലോഹത്തിൽ നിന്ന് ഇലക്ട്രോൺ പ്രവാഹം ക്രിയാശീലത കുറവിലേക്ക് വരും. വോൾട്ട് മീറ്ററിന്റെ നെഗറ്റീവും പോസിറ്റീവും വെക്കുന്നത് നെഗറ്റീവ് ക്രിയാശീലത കൂടുതലുള്ള ഭാഗത്തേക്കും പോസിറ്റീവ് ക്രിയാശീലത കുറവുള്ള ഭാഗത്തേക്കും. എന്താണ് ഗാൽവനിക് സെൽ എന്ന് ചോദിച്ചാൽ എന്താ പറയാ? റിഡോക്സ് പ്രവർത്തനം പ്രയോജനപ്പെടുത്തി രാസോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റാനുള്ള ഒരു സംവിധാനമാണ് ഗാൽവാനിക് സെല്ല്. എന്താണ് ആനോഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓക്സീകരണം നടക്കുന്ന ഇലക്ട്രോഡാണ് ആനോഡ്, നിരോക്സീകരണം നടക്കുന്ന ഇലക്ട്രോഡാണ് കാഥോഡ്. അപ്പൊ നിർവചനങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതൊക്കെ ചോദിക്കുള്ളൂ. പിന്നീട് നടക്കുന്നത് ആനോഡിൽ നടക്കുന്ന പ്രവർത്തനം എന്ത്? സിങ്ക് 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു, Zn2++2 ഇലക്ട്രോൺ. കാഥോഡിൽ നടന്നത് എന്താ? ആ 2 ഇലക്ട്രോണിനെ സ്വീകരിച്ചു, കോപ്പർ ആറ്റമായി മാറി. 2 കൂടി നടക്കുന്നുണ്ട്. ഗാൽവാനിക് സെല്ലിൽ റിഡോക്സ് പ്രവർത്തനം നടക്കുന്നു. റിഡോക്സ് പ്രവർത്തനത്തിലൂടെ രാസോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുകയാണ് ഇവിടെ ചെയ്തതെന്ന് നമ്മൾ പഠിച്ചു.
അപ്പോൾ ഗാൽവാനിക് സെൽ ഇനി ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇതല്ലാതെ ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ചോദ്യവും എക്സാമിന് ചോദിച്ചിട്ടില്ല ഇത്രയും കാലമായിട്ട്. അപ്പോൾ ഇത്ര മാത്രം നിങ്ങൾ പഠിക്കുക. ഒരിക്കലും മാറിപ്പോവാൻ സാധ്യത ഇല്ലാത്ത രീതിയിൽ പഠിച്ചു വയ്ക്കുക. ആനോഡിൽ ഓക്സീകരണം, കാഥോഡിൽ നിരോക്സീകരണം. ആനോഡിൽ ഇലക്ട്രോൺ വിട്ടുകൊടുക്കുന്നു, കാഥോഡിൽ ഇലക്ട്രോൺ സ്വീകരിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ പിന്നെ ഒന്നും മാറിപ്പോവാനില്ല അതിൽ. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു ടോപ്പിക്കുമായി കാണാം.